ഹലോ ഫ്രണ്ട്സ്, പാരാഷൂട്ട് വെളിച്ചെണ്ണയെ പറ്റി കേൾക്കാത്തവരാരും ഉണ്ടാകില്ല. നിങ്ങളിൽ ഭൂരിഭാഗം പേരുടെയും വീടുകളിൽ ഈ എണ്ണ തീർച്ചയായിട്ടും ഉപയോഗിക്കുന്നുണ്ടാവും. ഇന്ത്യയിൽ 1/3 വീടുകളിൽ പാരാഷൂട്ട് ഓയിൽ ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിശയിക്കാനില്ല. അത്രയേറെ ജനപ്രിയമാണ് ഈ വെളിച്ചെണ്ണ. ഇതിന് ഇന്ത്യയിൽ ഏകദേശം 30% വിപണിയിൽ വിഹിതമുണ്ട്. മഞ്ഞുകാലത്ത് ഇത് മുടിയിൽ പുരട്ടിയാൽ ഏറ്റവും നല്ല ജെല്ല് പോലും അതിന്റെ മുന്നിൽ പരാജയപ്പെടുന്ന കാര്യത്തിൽ കഠിനമാകും. എന്നാൽ ഈ പ്രൊഡക്റ്റ് നിങ്ങളിലേക്ക് എത്താൻ കമ്പനി വളരെയധികം പരിശ്രമിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാവോ? ഒരിക്കൽ ഈ കമ്പനി പൂർണ്ണമായിട്ട് അടച്ചു പൂട്ടേണ്ടി വന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ട കമ്പനിയായിട്ടുള്ള പാരാഷൂട്ടിനെയും അതിന്റെ വളർച്ചയെക്കുറിച്ചുമാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ പറയാൻ പോകുന്നത്. എങ്ങനെയാണ് പാരാഷൂട്ട് ഇന്ത്യയുടെ നമ്പർ 1 വെളിച്ചെണ്ണയായി മാറിയത് എന്നറിയാൻ വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും കാണുക. എല്ലാവർക്കും ഫാക്ട്സ് എക്സ്പ്രസ് മലയാളം ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബ്യൂട്ടി ആൻഡ് വെൽനസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ മുൻനിര കമ്പനികളിലൊന്നാണ് മാരിക്കോ ലിമിറ്റഡ്. മുംബൈ ആസ്ഥാനമായ മാരിക്കോ ഏഷ്യയിലും ആഫ്രിക്കയിലുമായിട്ട് 25ലധികം രാജ്യങ്ങളിൽ മുടി സംരക്ഷണത്തിനും ചർമ്മ സംരക്ഷണത്തിനുമുള്ള എണ്ണകൾ പുറത്തിറക്കിയിട്ടുണ്ട്. മാരിക്കോയുടെ മുൻനിര ബ്രാൻഡാണ് പാരാഷൂട്ട്. 1974 ഹർഷ് മാരിവാലയാണ് നാളികേരത്തിനും ശുദ്ധീകരിച്ച ഭക്ഷ്യ എണ്ണകൾക്കുമായിട്ട് ബ്രാൻഡഡ് FMCG വിപണി വിഭാവനം ചെയ്യുകയും പാരാഷൂട്ട് ദേശീയ വിതരണ ശൃംഖല സ്ഥാപിക്കുകയും ചെയ്തത്. 1971 ഹർഷ് ബോംബെ ഓയിലിൽ ചേർന്നപ്പോൾ അവരുടെ എണ്ണ വ്യാപാരം കുറഞ്ഞ മാർജിനുകളുള്ള ഒരു ചരക്ക് ബിസിനസ് ആണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. പാരാഷൂട്ട്, സഫോള എന്നിവ നേരത്തെ പുറത്തിറക്കിയിരുന്നുവെങ്കിലും ബ്രാൻഡ് അവയ്ക്ക് ആവശ്യമായിട്ടുള്ള ശ്രദ്ധ ലഭിച്ചിരുന്നില്ല. പ്രാരംഭഘട്ടത്തിൽ കൂടുതൽ എണ്ണ വിൽപ്പന നടത്തുന്നതിൽ ഏറെ ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നു. അക്കാലത്ത് ഈ എണ്ണ വാങ്ങാൻ കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും ഈ കമ്പനി ആളുകളിൽ ഈ വെളിച്ചെണ്ണ എത്തിക്കാനുള്ള ദൃഢനിശ്ചയം ഉപേക്ഷിച്ചില്ല. പാരാഷൂട്ടിന്റെ വെളിച്ചെണ്ണ 15 ലിറ്ററിന്റെ ടിന്നുകളിലാക്കിയാണ് വിറ്റിരുന്നത്. 1971 വരെ ബോംബെ ഓയിൽ കമ്പനിക്ക് കനത്ത നഷ്ടം അനുഭവിക്കേണ്ടി വന്നു. ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ബിസിനസ് ഇന്ത്യ ഒട്ടാകെ വ്യാപിപ്പിക്കണമെന്ന് ഹർഷ ആഗ്രഹിച്ചു. ഇതിനായിട്ട് അദ്ദേഹം തന്നെ മാർക്കറ്റിൽ പോയിട്ട് എണ്ണ വാങ്ങുന്നവരെ കാണുകയും പാരാഷൂട്ട് പ്രവർത്തിക്കാത്തതിന്റെ കാരണം അറിയാൻ ആഗ്രഹിക്കുകയും ചെയ്തു. മാർക്കറ്റ് വിസിറ്റിന് പോകുന്ന അവരുടെ കുടുംബത്തിലെ ആദ്യത്തെ അംഗം അദ്ദേഹമായിരുന്നു. നാഗ്പൂരും കൽക്കട്ടയിലും അദ്ദേഹം സന്ദർശനം നടത്തി. അവിടെയും പാരാഷൂട്ട് വിപണിയിൽ നിലനിന്നിരുന്ന ചിലർ അവസരങ്ങളിൽ ഹർഷ ആകർഷണായി. നാഗ്പൂരിലെ കച്ചവടക്കാരുമായിട്ട് തന്റെ ഉൽപ്പന്നത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. അവർ നൽകിയ വിവരങ്ങളാണ് അദ്ദേഹത്തിന്റെയും കമ്പനിയുടെയും സമ്പത്ത് കീഴ്മേൽ മറിച്ചത്. പാരാഷൂട്ട് ഓയിൽ ഒരു മികച്ച ഉൽപ്പന്നമായിട്ട് വ്യാപാരികളും ഉപഭോക്താക്കളും കണ്ടു. അക്കാലത്ത് വിപണിയിലുണ്ടായിരുന്ന മറ്റു ഉൽപ്പന്നങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന സമൃദ്ധമായിട്ടുള്ള തേങ്ങയുടെ സൗരഭ്യം അതിനുണ്ടായിരുന്നു. വ്യക്തതയുടെയും പരിശുദ്ധിയുടെയും കാര്യത്തിൽ ഇത് വിൽക്കുന്ന മറ്റ് എണ്ണകളെക്കാൾ മികച്ചതായിരുന്നു. എന്നാൽ യഥാർത്ഥ പ്രശ്നം എല്ലാവരും 15 ലിറ്ററിന്റെ ബോക്സ് എടുക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്നതായിരുന്നു കാരണം. 15 ലിറ്ററിന്റെ ബോട്ടിൽ ഒന്നിച്ച് വാങ്ങാൻ അക്കാലത്ത് ആളുകൾക്ക് പണയില്ലായിരുന്നു. അതുകൊണ്ടാണ് സാധാരണക്കാർക്ക് ഇത് വാങ്ങാൻ കഴിയാതിരുന്നത്. ഈ സമയത്ത് കൊൽക്കത്തയിലെ ഒരു കമ്പനി ഷാലിമാർ എന്ന ബ്രാൻഡിലെ വെളിച്ചെണ്ണ ചെറിയ അളവിൽ ഉയർന്ന മാർജിൻ ഉണ്ടാക്കുകയും ചെയ്യുന്ന വിവരം ഹർഷ് തന്റെ അമ്മാവന്മാർ പറയുന്നത് കേട്ടിരുന്നു. അദ്ദേഹം പിന്നീട് രണ്ടാമതൊന്നും ആലോചിച്ചില്ല. പാരാഷൂട്ട് സാധാരണക്കാർക്ക് വാങ്ങാൻ കഴിയുന്ന തരത്തിൽ ചെറിയ ബോക്സുകളിലാക്കി വിൽക്കാൻ തീരുമാനിച്ചു. ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് ആ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്ന ഉൽപ്പന്നങ്ങളോ സേവനങ്ങളോ വാഗ്ദാനം ചെയ്യുന്നതാണ് മാർക്കറ്റിംഗ്. അതാണ് ഹർഷും ചെയ്തത്. എന്നാൽ കമ്പനിയുടെ ആ യാത്ര എളുപ്പമായിരുന്നില്ല. അവരുടെ മുന്നിൽ മറ്റൊരു പ്രധാന വെല്ലുവിളി കൂടി ഉണ്ടായിരുന്നു. പാരാഷൂട്ട് ഓയിൽ ചെറിയ ടിന്നിൽ വിൽക്കുന്നത് കമ്പനിക്ക് വളരെ ചെലവേറിയിട്ടുള്ള കാര്യമായിരുന്നു. അക്കാലത്ത് വിപണിയിലെ പ്ലാസ്റ്റിക് ട്രെൻഡ് ആരംഭിച്ചിരുന്നു. ഇത് ടിന്നിനേക്കാൾ വില കുറഞ്ഞതും മോടിയുള്ളതുമായിരുന്നു. പാരാഷൂട്ട് ഒരു പ്രീമിയം ബ്രാൻഡാകണമെന്നും പാക്കേജിംഗ് ആകർഷകമാകണമെന്നും ഹർഷ ആഗ്രഹിച്ചു. ടിന്നുകളിൽ നിന്ന് പ്ലാസ്റ്റിക് കുപ്പികളിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നുവെന്ന് അദ്ദേഹം തന്റെ ടീമിനോട് പറഞ്ഞു. അങ്ങനെ അവർ എണ്ണ വിൽക്കാൻ ചതുരാകൃതിയിലുള്ള പ്ലാസ്റ്റിക് നീല ക്യാനുകൾ ഉണ്ടാക്കി. കുറച്ചു നാളുകൾക്ക് ശേഷം ആ ശ്രമം പരാജയപ്പെട്ടു. എണ്ണ വിൽപ്പന കുറഞ്ഞു. വ്യാപാരികൾ ഈ പ്ലാസ്റ്റിക് പൈക്കുകളോട് മുഖം തിരിച്ചു. വ്യാപാരികളുടെ ആശങ്കകളുടെ കാരണത്തെക്കുറിച്ച് അദ്ദേഹം കൂടുതൽ ആഴത്തിൽ പരിശോധിച്ചു. അതിനായിട്ട് ഹർഷ് ഒരു മാർക്കറ്റ് സർവേ നടത്തി. രസകരമെന്ന് പറയട്ടെ, അതിന് കാരണക്കാർ എലികളാണെന്ന് അദ്ദേഹം കണ്ടെത്തി. എലികൾക്ക് വെളിച്ചെണ്ണ ഇഷ്ടമാണെന്ന കാര്യം നിങ്ങൾക്കറിയുമോ? 60കളിൽ പ്ലാസ്റ്റിക് കുപ്പികളിൽ വെളിച്ചെണ്ണ പുറത്തിറക്കിയപ്പോൾ എലികൾ ബോട്ടിൽ കടിച്ചു പൊട്ടിക്കുകയും എണ്ണ ഒലിച്ച് എണ്ണക്കുപ്പികൾക്ക് സമീപം സൂക്ഷിച്ചിരുന്ന മറ്റു ഉൽപ്പന്നങ്ങൾ കേടായതും വ്യാപാരികൾ കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് വ്യാപാരികൾ തങ്ങളുടെ കടകളിൽ പാരാഷൂട്ട് വയ്ക്കാൻ താല്പര്യം കാണിച്ചില്ല. എലിയെ ഒഴിവാക്കാൻ വേണ്ടി ചെറിയ പ്ലാസ്റ്റിക് കുപ്പികൾ ഉണ്ടാക്കിയാൽ അതിന്റെ വില കൂടും. അങ്ങനെ വന്നാൽ അത് സാധാരണക്കാരിലേക്ക് വീണ്ടും എത്താൻ കഴിയില്ല. ഹർഷിന്റെ സംഘം വിശദാംശങ്ങൾ പരിശോധിച്ചപ്പോൾ നേരത്തെയുള്ള കുപ്പികൾ ചതുരാകൃതിയിലുള്ളതായതുകൊണ്ട് എലികൾക്ക് കുപ്പിയിൽ പിടികിട്ടുകയും പിന്നീട് അതിൽ എളുപ്പത്തിൽ കടിക്കാനും സാധിക്കുമെന്ന് മനസ്സിലായി. അതിന് പരിഹാരമായിട്ട് പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിച്ച വൃത്താകൃതിയിലുള്ള കുപ്പികളിൽ എണ്ണ വിതരണം ചെയ്യാൻ അവർ തീരുമാനിച്ചു. ഇക്കുറി ഒരു തുള്ളി എണ്ണ പോലും പുറത്തു വീഴാത്ത വിധത്തിൽ കുപ്പി ഡിസൈൻ ചെയ്തു. അത് മാർക്കറ്റിൽ എത്തിക്കും മുമ്പ് ആദ്യം അവരുടെ സ്വന്തം ലാബിൽ പരീക്ഷിച്ചു. അവർ കുറച്ച് പുതിയ എണ്ണക്കുപ്പികളും ഒരു കൂട്ടിൽ നിറയെ എലികളെയും കുറച്ച് ദിവസത്തേക്ക് ഇട്ടു.
എന്നാൽ ഈ ആകൃതി കാരണം എലികൾക്ക് അതിൽ ഇരിക്കാനോ കുപ്പികളൊന്നും കടിച്ചു മുറിക്കാനോ പറ്റിയില്ല. ഈ പരീക്ഷണ ക്യാമറയിൽ പകർത്തുകയും ബോട്ടിൽ വാങ്ങാനായിട്ട് എതിർപ്പ് പ്രകടിപ്പിക്കുന്നവർക്ക് ഈ തെളിവുകൾ കാണിക്കുകയും ചെയ്തു. അതിനുശേഷം അവർ കടകളിൽ ഇത് പരിശോധിക്കാൻ വേണ്ടി കടക്കാർക്ക് കുറച്ച് കുപ്പികൾ നൽകി. എന്നാൽ കേടുപാടുകളൊന്നും സംഭവിക്കാതെ വന്നപ്പോൾ എല്ലാവരും വീണ്ടും പാരാഷൂട്ട് കോക്കനട്ട് ഓയിൽ വാങ്ങാൻ തുടങ്ങി. പ്ലാസ്റ്റിക്കിന് ടിൻ വിലയുടെ പകുതി ചെലവ് മതിയായിരുന്നു. ഈ പ്ലാസ്റ്റിക് ബോട്ടിലുകളുടെ എണ്ണകൾ ഉപയോഗിച്ച് കമ്പനി ധാരാളം പണം ലാഭിച്ചു. ഈ പണം മുഴുവൻ അവർ കമ്പനിയുടെ പ്രൊമോഷനിൽ നിക്ഷേപിച്ചു. ഇതിന്റെ ഫലമായിട്ട് പാരാഷൂട്ട് ഒരു വലിയ ബ്രാൻഡായിട്ട് മാറി. കമ്പനിക്ക് വിപണി വിഭാഗത്തിൽ വലിയ വർധനവുണ്ടായി. 100% മാർക്കറ്റ് ഷെയറിൽ നിന്ന് അവർ മാർക്കറ്റ് ലീഡറായി. ബിസിനസ്സിൽ ആശയം മാത്രമല്ല, നവീകരണവും നിർവഹണവും കൈകോർക്കുന്നുവെന്ന് തെളിയിക്കപ്പെടുന്നു. എന്നാൽ വീണ്ടും കമ്പനിക്ക് മറ്റൊരു തിരിച്ചടി നേരിട്ടു. പാരാഷൂട്ടിനെ മറ്റു ചില കമ്പനികൾ കോപ്പിയടിച്ചു. അതോടെ പാരാഷൂട്ടിന് അവരുടെ വിൽപ്പനയുടെ 20% നഷ്ടമായി. വ്യാജ കമ്പനികളിൽ നിന്ന് രക്ഷപ്പെടാൻ കമ്പനി വിദേശ മോൾഡിൽ നിന്ന് സ്വന്തമായിട്ട് കുപ്പിയുണ്ടാക്കാൻ തുടങ്ങി. ഇതിനുശേഷവും ആർക്കും അവരെ കോപ്പിയടിക്കാൻ സാധിച്ചില്ല. ഇന്ത്യയുടെ എല്ലാ ഭാഗത്തിലും പാരാഷൂട്ട് വിൽക്കാൻ തുടങ്ങി. ഒരു ഫ്ലിപ്പ് ക്യാപ്പോട് കൂടിയിട്ടുള്ള ഉയരമുള്ള കനം കുറഞ്ഞ നീല ബോട്ടിൽ വളരെ ആകർഷണീയമാണ്. 20 മില്ലി മുതൽ 500 മില്ലി വരെയുള്ള വിവിധ ബോട്ടിലുകളിൽ പാരാഷൂട്ട് വാങ്ങാൻ കിട്ടും. 1992 സാമ്പത്തിക ഉദാരവൽക്കരണത്തിന് മുമ്പ് സർക്കാർ സസ്യ എണ്ണകളെ ആവശ്യ വസ്തുവായിട്ട് തരംതിരിച്ചിരുന്നു. വർഷങ്ങളോളം കുടുംബ ബിസിനസ് ജോലി ചെയ്ത ശേഷം 1990കളുടെ അവസാനത്തിൽ ഹർഷ് സ്വന്തം കമ്പനി സ്ഥാപിക്കാൻ തുടങ്ങി. അങ്ങനെ 1990 അദ്ദേഹം മാരിക്കോ ലിമിറ്റഡ് എന്ന പേരിൽ ഒരു കമ്പനി ആരംഭിച്ചു. അങ്ങനെ അവർ വിദേശ വിപണികളിലേക്കുള്ള അവരുടെ ആദ്യത്തെ പ്രവേശനം നടത്തി. ഈ ഉൽപ്പന്നത്തിന് പാരാഷൂട്ട് എന്ന പേര് നൽകാൻ കാരണം എന്താണെന്ന് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. 2ാം ലോക മഹായുദ്ധ സമയത്താണ് ഇന്ത്യക്കാർ ആദ്യമായിട്ട് പാരാഷൂട്ടുകളുടെ ഉപയോഗം അനുഭവിച്ചത്. സൈനികർ സുരക്ഷിതമായിട്ട് പാരാഷൂട്ടുകൾ ഇറക്കിയത് അന്ന് അവർക്ക് അത്ഭുതമായിരുന്നു. ആളുകൾ സുരക്ഷിതത്വവും വിശ്വാസ്യതയുമായിട്ട് പാരാഷൂട്ടുകളെ ബന്ധപ്പെടുത്താൻ തുടങ്ങി. അതുകൊണ്ടാണ് കമ്പനി അവരുടെ ബ്രാൻഡിന് പാരാഷൂട്ട് എന്ന പേര് നൽകിയത്. ഗ്രാമത്തിലായാലും നഗരത്തിലായാലും ഇന്ത്യയിലുടനീളം ഒരുപോലെ ഈ എണ്ണ ഇന്ന് വിൽക്കുന്നുണ്ട്. 100% ശുദ്ധമായ വെളിച്ചെണ്ണയാണെന്ന ഉറപ്പ് നൽകുന്ന ഗുണനിലവാര പരിശോധന ഉറപ്പാക്കിക്കൊണ്ട് പാരാഷൂട്ട് തങ്ങളുടെ എതിരാളികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മാറി. കമ്പനിക്ക് എവിടെ വേണമെങ്കിലും യൂണിറ്റുകൾ തുടങ്ങാമായിരുന്നു. എന്നാൽ ഗുജറാത്ത്, ഗോവ, പോണ്ടിച്ചേരി, കേരളം എന്നിവയാണ് അവർ പരിഗണിച്ചത്. മുംബൈ ഓയിൽ ഇൻഡസ്ട്രീസ് നടത്തുന്ന കാലത്തും കേരളത്തിൽ നിന്നാണ് കമ്പനിക്ക് കൊപ്ര ലഭിച്ചിരുന്നത്. കേരളത്തിൽ ഒരു ഫാക്ടറി തുടങ്ങിയാൽ ട്രക്ക് നീക്കങ്ങൾ പരമാവധി കുറച്ച് പണം ലാഭിക്കാമെന്ന് കമ്പനി കരുതുകയും 1993 പാലക്കാട് ഒരു യൂണിറ്റ് സ്ഥാപിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് സ്ഥാപിച്ച യന്ത്ര സാമഗ്രികളുടെ തേയ്മാന പ്രശ്നങ്ങൾക്കിടയാക്കാൻ തുടങ്ങിയതോടെ അത് അടച്ചുപൂട്ടേണ്ടി വന്നു. ഇന്ത്യയെ പോലെ തന്നെ പാരാഷൂട്ട് ബംഗ്ലാദേശികളും സ്വീകരിച്ചു. ഇതിനുശേഷം കമ്പനി പുതിയ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങി. 2006 മാരിക്കോ കമ്പനി ആഫ്രിക്കൻ രാജ്യങ്ങളിലും അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ തുടങ്ങി. പാരാഷൂട്ട് അഡ്വാൻസ്ഡ് ബോഡി ലോഷൻ, പാരാഷൂട്ട് ഗോൾഡ് ഹെയർ ഗ്രീൻ തുടങ്ങിയ പാരാഷൂട്ടിൽ നിന്ന് പുതിയ ഉൽപ്പന്നങ്ങൾ അദ്ദേഹം സൃഷ്ടിച്ചു. കൂടാതെ അവരുടെ മാർക്കറ്റിംഗ് മിക്സ് പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് അവർ ബേബി ഓയിൽ, ആയുർവേദിക് ഓയിൽ, സ്കാൽപ്പ് ഓയിൽ എന്നിവയും പുറത്തിറക്കി. സുഗന്ധം, ക്ലാരിറ്റി, പ്യൂരിറ്റി, പെർസെൻറ്റേജ് എന്നിങ്ങനെയുള്ള വാക്കുകൾ എടുത്തു കാണിച്ചുകൊണ്ടാണ് ഓരോ ബ്രാൻഡിനെയും വിപണനം നടത്തിയിരുന്നത്. മറ്റെല്ലാ ബ്രാൻഡുകളെയും പോലെ തന്നെ ഒരു വ്യത്യസ്ത വേരിയന്റിനും അവർക്ക് വ്യത്യസ്ത വിലകളുണ്ട്. ഈ പ്രൈസിംഗ് തന്ത്രം പാരാഷൂട്ട് നിർമ്മിക്കാനും വിപണിയിൽ മികച്ച സ്ഥാനം നൽകാനും കമ്പനിയെ കൂടുതൽ സഹായിക്കുന്നു. പാരാഷൂട്ടിന് അവരുടേതായിട്ടുള്ള വിപണന തന്ത്രമുണ്ടായിരുന്നു. ബിഗ് ബസാർ, ഹൈപ്പർ മാർക്കറ്റ്സ്, റിലയൻസ് സ്മാർട്ട് തുടങ്ങിയ വിവിധ വലിയ റീറ്റെയിലർമാരുമായിട്ട് പാരാഷൂട്ട് സഹകരിച്ച് ജനങ്ങളിലേക്ക് എത്തിച്ചു. ഫാക്ടറിയിൽ നിന്ന് വിവിധ ഡീലർമാർക്കും വിതരണക്കാർക്കുമുള്ള ഉൽപ്പന്നങ്ങളുടെ വിതരണവുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ശക്തമായ ഒരു ലോജിസ്റ്റിക് സിസ്റ്റം ഉണ്ട്. പാരാഷൂട്ട് ഉൽപ്പന്നങ്ങൾ ആമസോൺ, ഫ്ലിപ്കാർട്ട് തുടങ്ങിയ ഓൺലൈൻ വെബ്സൈറ്റുകളിൽ നിന്ന് വാങ്ങാനും കിട്ടും. കൂടാതെ തങ്ങളുടെ കസ്റ്റമേഴ്സിനെ നിലനിർത്തുന്നതിന് വേണ്ടി അവർ സീസണൽ ഓഫറുകൾ, ഡിസ്കൗണ്ടും കൂടാതെ ഉയർന്ന നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ ഹെയർ ബ്രഷുകളും മറ്റും സമ്മാനമായിട്ട് നൽകുന്നുണ്ട്. മാത്രമല്ല, ഗ്രാമീണരിലേക്ക് ശ്രദ്ധ ആകർഷിക്കാൻ അവർക്ക് വ്യത്യസ്തമായിട്ടുള്ള പ്രൊമോഷൻ തന്ത്രങ്ങളും ഉണ്ടായിരുന്നു. ടിവിയിലോ മാധ്യമങ്ങളിലോ ഉള്ള പരസ്യ പ്രൊമോഷനുകൾക്കായിട്ട് അവർ എപ്പോഴും അമ്മ മകൾ ബന്ധത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. 2016 കണക്കുകൾ പ്രകാരം പാരാഷൂട്ട് ഹെയർ, സഫോള ഓയിൽ എന്നിവയിൽ നിന്ന് മാരിക്കോ കമ്പനിക്ക് ഏകദേശം 725 കോടി ലാഭമുണ്ടായിരുന്നു. ഈ ഉൽപ്പന്നം ഇന്നും എത്രമാത്രം ഇഷ്ടപ്പെടുന്നുവെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. ഇന്ന് പാരാഷൂട്ട് ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടും പ്രശസ്തമാണ്. നിങ്ങളുടെ വീട്ടിൽ പാരാഷൂട്ട് ഓയിൽ ഉപയോഗിക്കുന്നുണ്ടോ? അതോ മറ്റേതെങ്കിലും ബ്രാൻഡാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത്? നിങ്ങൾ ഉപയോഗിച്ചുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ചായി തോന്നിയ ബ്രാൻഡ് ഏതാണെന്ന് കമന്റ് ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ഐക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യും വേണം. അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നത് വരെ ഗുഡ് ബൈ.